ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ എത്തുന്ന സഞ്ചാരികൾക്കിടയിൽ കള്ളിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ കേരള ടോഡി പദ്ധതി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തിന്റെ പരമ്പരാഗത ലഹരി പാനീയമായി കള്ളിനെ അവതരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ഹോട്ടലിന് 3 സ്റ്റാർ പദവി ഉണ്ടെങ്കിൽ സ്വന്തം വളപ്പിൽ നിന്ന് കള്ള് ചെത്തി അതിഥികൾക്ക് നൽകാം. ഇതിന് ബാർ ലൈസൻസ് നിർബന്ധമല്ല. അതേസമയം കള്ള് വിൽക്കാൻ പ്രത്യേക ലൈസൻസ് വേണം. 1 വർഷത്തേക്ക് 10,000 രൂപ ഫീസും നിശ്ചയിച്ചു. കഴിഞ്ഞ ജൂണിലാണ് കേരള ടോഡി പദ്ധതി സർക്കാർ അവതരിപ്പിക്കുന്നത്. എന്നാൽ നാളിതുവരെ ഒരൊറ്റ ഹോട്ടൽ പോലും പദ്ധതിക്കായി അപേക്ഷിച്ചിട്ടില്ല. സ്റ്റാർ ഹോട്ടലുകളിലെ നീന്തൽക്കുളത്തിൽ ഉൾപ്പെടെ കള്ള് വിളമ്പാമെന്നതായിരുന്നു പദ്ധതി. ഇതിനായി അബ്കാരി ചട്ടത്തിൽ ഭേദഗതിയും വരുത്തി. ഹോട്ടലുകളിൽ കള്ള് വിതരണം ചെയ്താൽ മദ്യത്തിന്റെ വിൽപ്പനയിൽ കുറവുണ്ടാകും. അതിനാലാണ് ഹോട്ടൽ ഉടമകൾ പദ്ധതിക്ക് കൈകൊടുക്കാത്തത്. 10,000 രൂപ ഫീസൊക്കെ അടയ്ക്കുക. എങ്ങനെ ഇത് ജനകീയമാക്കും? ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ കർഷകരാണ്. ഞങ്ങൾക്കൊരു 5 തൊട്ട് താഴോട്ടുള്ള ഏക്കറുകൾ ഉള്ള ആൾക്കാരാണ്. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? ഏതെങ്കിലും 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകൾ ഇത് നടത്തുന്നുണ്ടോ? അവർ ഞങ്ങളുടെ തെങ്ങിന് വിഷക്കരടച്ച് ഞങ്ങളുടെ കള്ളെടുക്കാൻ തയ്യാറുണ്ടോ? ഒരു കാര്യവും അവർക്കൊന്നും അറിയാൻ മേല. അന്ന് ഡിക്ലെയർ ചെയ്തതല്ലാതെ ഒരു ഇത് വന്നിട്ടില്ല. എക്സൈസ് വകുപ്പ് പദ്ധതിക്കായി മുന്നിട്ടിറങ്ങുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പുതിയ ബ്രൂവറിക്ക് കൊടുക്കുന്ന കയ്യടിയുടെ 10-1 കേരള ടോഡിക്ക് കൊടുത്തിരുന്നെങ്കിൽ കള്ളുചെത്ത് വ്യവസായത്തിന്റെ ഡിമാൻഡ് തന്നെ വർദ്ധിക്കുമായിരുന്നു. തൊഴിലുപേക്ഷിച്ച പരമ്പരാഗത ചെത്തു തൊഴിലാളികൾ തിരിച്ചെത്തുമായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.